കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. അല്പസമയം നാം ചിന്തിപ്പാൻ പോകുന്ന തിരുവചന ഭാഗമെന്ന് പറയുന്നത് എസ്രയുടെ പുസ്തകത്തിൽ നിന്നുള്ള ചില തിരുവചന ചിന്തകളാണ്. എസ്രയുടെ പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം വിവരണമെന്ന് പറയുന്നത് ദൈവം തൻ്റെ പ്രവാചകൻ മുഖാന്തരം അറിയിച്ച ദൈവാലോചനയുടെ നിവൃത്തി പാർസി രാജാവാകുന്ന കോരശിലൂടെ അത് വെളിപ്പെട്ടു വരുന്ന ആ ഒരു വസ്തുതയാണ് അറിയിച്ചുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. ബാബേൽ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ ദൈവത്തിൻ്റെ ആലയമാകുന്ന യെരൂശലേമിനെ ഒരിക്കൽ തകർക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവം ഭാവിയിൽ പാർസി രാജാവാകുന്ന കോരശ് മുഖേനെ അത് വീണ്ടും പണിയുമെന്ന് തൻ്റെ പ്രവാചകനാകുന്ന യിരെമ്യാവിലൂടെ മുന്നറിയിപ്പ് നൽകുവാനിടയായിത്തീർന്നു. ആ ആലോചനയുടെ നിവൃത്തി എന്ന വണ്ണമാണ് കോരശിലൂടെ വീണ്ടും ആലയം പണി തുടക്കം കുറിക്കുന്ന ആ വിവരണങ്ങളാണ് പ്രധാനമായും എസ്രയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തനിക്ക് ദൈവം തൻ്റെ മനസ്സിനെ ഉണർത്തിയപ്പോൾ കോരശ് ഒരു വലിയ വിളംബരം പ്രസിദ്ധപ്പെടുത്തിയതായും ആ വിളംബരത്തിനകത്ത് താൻ അറിയിക്കുന്ന വസ്തുതകൾ അതൊന്ന് സ്വർഗത്തിലെ ദൈവമായ യഹോവ എനിക്ക് ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും അതുകൊണ്ട് യഹൂദയിലെ യെരൂശലേമിൽ ദൈവത്തിന് ഒരാലയം പണിയണമെന്നും തന്നോട് കൽപ്പിച്ചുവെന്ന് പറയുകയും തുടർന്ന് ബാബേൽ പ്രവാസത്തിലായിരിക്കുന്ന ഈ യഹൂദ ജനത്തെ തങ്ങളുടെ സ്വന്തം ദേശമാകുന്ന യെരൂശലേമിലേക്ക് അവരുടെ ദൈവത്തിന് ആലയം പണിയുവാൻ അവരെ പറഞ്ഞയക്കുന്നതുമാകുന്ന ആ വിവരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രധാനമായും എസ്രയുടെ പുസ്തകത്തിൽ രണ്ട് ഘട്ടമായിട്ട് ഒന്ന് ശേഷ് ബസറിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ പ്രാരംഭമായി യെരൂശലേമിലേക്ക് പോകുന്നതായും പിന്നീട് എസ്രയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ടമായിട്ട് യെരൂശലേമിലേക്ക് പോയി ആലയം പണിയുന്ന ആ വിവരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം പോകുന്ന കൂട്ടത്തിൽ അതിന് നേതൃത്വം വഹിക്കുവാൻ ദൈവത്താൽ നിയമിതനായ വ്യക്തിയാണ് എസ്ര പുരോഹിതൻ. ഈ ദൈവത്താൽ നിയമിതമായിരിക്കുന്ന ആലയം പണിക്ക് വേണ്ടി എത്തപ്പെട്ട എസ്രയ്ക്ക് വേണ്ടി യെരൂശലേമിൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായ ചില സന്ദർഭങ്ങൾ എസ്രയുടെ പുസ്തകത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ അത് എടുത്തു കാട്ടിയിട്ടുണ്ട്. ആ ഭാഗങ്ങളാണ് നമ്മൾ ചുരുക്കത്തിൽ ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഒന്ന്, എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു: രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. ദൈവത്തിൻ്റെ കരം അനുകൂലമായതുകൊണ്ട് രാജാവ് അവൻ്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. അതേ സ്തോത്രം. ദൈവത്തിൻ്റെ കരം അനുകൂലമാണെങ്കിൽ സ്തോത്രം, നമ്മുടെ അപേക്ഷകൾ അത് നൽകിത്തരുവാൻ തക്കവണ്ണം അത് അപേക്ഷകൾ തിരസ്കരിക്കപ്പെടാതെ അത് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം സഫലമായി തീരുവാൻ ഇടയായിത്തീരും. പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, സ്തോത്രം, നിലകളിൽ ഏതെങ്കിലും മേഖലകളിൽ നമ്മുടെ അപേക്ഷകൾ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കേണ്ടുന്ന നന്മകൾ, ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ അതെല്ലാം എവിടെയെങ്കിലുമൊക്കെ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക, വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക. ദൈവത്തിൻ്റെ കരം അനുകൂലമായി നമ്മുടെ അപേക്ഷകൾ അത് തിരസ്കരിക്കപ്പെടാതെ വണ്ണം നമ്മുടെ അപേക്ഷകൾക്കൊത്തവണ്ണമുള്ള മറുപടികൾ കാണുവാൻ നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുവാൻ ഇടയായിത്തീരും. രണ്ടാമത്തെ വാക്യമാണ് എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 5-ാം മാസം 1-ാം തീയതി ഞങ്ങൾ യെരൂശലേമിലെത്തി. ഏതൊക്കെ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പുറപ്പെട്ടത്? ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ കരം അനുകൂലമാണ് ആയതുകൊണ്ട് അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനിടയായിത്തീർന്നു. അതേ, ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമാണെങ്കിൽ
നാം ലക്ഷ്യത്ത് എത്തപ്പെടുവാനിടയായിത്തീരും. പ്രതീക്ഷയോട് ആഗ്രഹത്തോടു കൂടി ഇറങ്ങിത്തിരിച്ച ആ സ്ഥാനത്ത്, ആ ലക്ഷ്യത്ത് എത്തപ്പെടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായി നിരാശപ്പെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയാതെ പകുതി വഴിയിൽ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, കർത്താവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുക. ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. മൂന്നാമത്തെ വാക്യമാണ് എസ്രാ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, ധൈര്യപ്പെട്ട് ചിലരെ കൂട്ടിവരുത്തി. ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. ദൈവത്തിൻ്റെ കരം അനുകൂലമായതുകൊണ്ട് അവൻ ധൈര്യപ്പെട്ട് ചിലരെ കൂട്ടിവരുത്തി. സ്തോത്രം. അപ്പോൾ ഭയം തിങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഭയം പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ധൈര്യം ആവശ്യമായി വരുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ കരം അനുകൂലമായതുകൊണ്ട് സ്തോത്രം, ധൈര്യപ്പെട്ട് ചില പ്രവൃത്തി ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഏതെങ്കിലും മേഖലകളിൽ ധൈര്യഹീനരായി, ബലഹീനരായി, നിരാശരായി, സ്തോത്രം, ആകുലചിന്തരായി വിഷയങ്ങളുടെ നടുവിൽ വീർപ്പുമുട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരം അനുകൂലപ്പെട്ട് നമ്മളെ ധൈര്യപ്പെടുത്തി അവിടെ ബലത്തോട് നിൽക്കുവാൻ സർവകൃപാലുവാകുന്ന ദൈവം നമ്മളെ ബലപ്പെടുത്തുവാനിടയായിത്തീരും. അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം എസ്രാ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യമാണ്. ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. സ്തോത്രം. അപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്ന മുമ്പോട്ടുള്ള ഗമനങ്ങളെ, അനുഗ്രഹങ്ങൾക്കെതിരെ, നന്മകൾക്കെതിരെ, ഭാവിക്കെതിരെ, നല്ല വിദ്യാഭ്യാസത്തിനെതിരെ, തലമുറകൾക്കെതിരെ, മുന്നേറ്റങ്ങൾക്കെതിരെ പല നിലകളിൽ സ്തോത്രം ജീവിതയാത്രകളിൽ മുന്നോട്ട് വിടാതെ തകർത്തു കളയുവാൻ, പാതി വഴിയിൽ ഇല്ലാതെയാക്കുവാൻ, നശിപ്പിച്ച് കളയുവാൻ പതിയിരിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു? അതിൽ നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ കരം അനുകൂലമായാൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവിക രക്ഷ നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവകരത്തിന് മുമ്പാകെ നാം ദൈവത്തിൽ ആശ്രയമുള്ളവരായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി മുറുകെ പിടിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം. നമുക്ക് വേണ്ടി അനുകൂലമാകുന്ന ദൈവകരങ്ങളിലേക്ക് അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുവാനിടയായിത്തീരട്ടെ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യുവാൻ അവൻ വിശ്വസ്തനാണ്. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ വിശ്വസ്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കും. ഗോഡ് ബ്ലെസ് യു.